ഒരു 4 hour മൗണ്ടൻ ട്രക്കിങ്ങിന് ശേഷം നല്ല തണുത്ത വെളുപ്പാങ്കാലത്ത് ഒരു മലമുകളിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ചുറ്റും മൂടൽമഞ്ഞാണ്. അപ്പോൾ ആ മൂടൽമഞ്ഞിൻ്റെ ഇടയിലൂടെ ഒരാളിങ്ങനെ കടന്നു വരികയാണ്. കയ്യിൽ നല്ല ചൂട് ചായ, നല്ല ഏലക്കൊക്കെ ഇട്ടിട്ടുള്ള. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഒരു ഗ്ലാസ് ചായക്ക് 50 രൂപ. നിങ്ങളത് വാങ്ങുമോ അതോ സ്കിപ്പ് ചെയ്യുമോ? ഓരോ ബിസിനസ്സുകളും ശരിക്കും സെല്ല് ചെയ്യണത് പ്രൊഡക്റ്റോ സർവീസോ ഒന്നുമല്ല, യഥാർത്ഥത്തിൽ സൊല്യൂഷൻസ് ആണ്. എത്രത്തോളം സൊല്യൂഷൻ വാല്യുബിൾ ആണ് അത്രത്തോളം ആ ബിസിനസ് പ്രോഫിറ്റബിൾ ആയിരിക്കും. ഒരു വാല്യുബിൾ സൊല്യൂഷനെ നിർണ്ണയിക്കുന്നത് അത് റൈറ്റ് ടൈമിൽ, റൈറ്റ് പ്ലേസിൽ, റൈറ്റ് സിനാരിയോയിൽ, റൈറ്റ് കോമ്പിനേഷനിലൂടെ, റൈറ്റ് പ്രസൻറ്റേഷനിൽ നൽകുമ്പോൾ മാത്രമാണ്. നമ്മളൊരു ബിസിനസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത്, ഒരു പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെഷർമെൻറ്റ് നമുക്ക് വേണം. നമ്മളുടെ സൊല്യൂഷൻ എത്രത്തോളം വാല്യുബിൾ ആണ് എന്നുള്ള മെഷർമെൻറ്റ്. നമ്മളുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ മാറ്റിയും നമ്മൾ കോമ്പിനേഷൻ ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്തും റൈറ്റ് ടൈം കണ്ടെത്തിയിട്ടൊക്കെ നമ്മളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ഓർ സർവീസിനെ കൂടുതൽ വാല്യുബിൾ ആക്കാനുള്ള ശ്രമമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളുടെ മാർക്കറ്റേഴ്സ് നമ്മളുടെ പ്രൊഡക്റ്റ് ഇങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളതല്ല പ്രൈമറി ആയിട്ട് കാണേണ്ടത്. അവർ കാണേണ്ടത് നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ പെയിനെ ഏറ്റവും ബെറ്ററായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സെയിൽസിലേക്ക് കിടക്കുമ്പോഴും അങ്ങനെ സെല്ല് ചെയ്യുക എന്നുള്ളതല്ല പ്രൈമറി ആയിട്ട് കാണേണ്ടത്. അവരെ നമ്മളെ കയ്യിലുള്ള സൊല്യൂഷനിൽ നിന്നും അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സൊല്യൂഷനെ കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. 95% പർച്ചേസിനെയും ഡ്രൈവ് ചെയ്യുന്നത് ഇമോഷൻസ് ആണ്. നമ്മൾ മാർക്കറ്റിങ്ങിൽ ഈ ഇമോഷൻസിനെ കണ്ടെത്തി എങ്ങനെ ട്രിഗർ ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് നെക്സ്റ്റ് റീല്. സോ സീ യു ദെയർ.